കളിക്കാവിളയിലെ ക്രഷർ ക്വാറി ഉടമയുടെ കൊലപാതകത്തിൽ പിടിയിലായ പ്രതി കൊടും കുറ്റവാളി എന്ന് പോലീസ്. കൊലപാതകം, പിടിച്ചുപറി, ഗൂണ്ടാ പ്രവർത്തനം, സ്പിരിറ്റ് കടത്ത് തുടങ്ങി 50-ലധികം കേസുകളിൽ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഇയാൾ പ്രതിയായിട്ടുണ്ട്. ചൂഴാറ്റുകോട്ട അമ്പിളി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സജികുമാർ എന്നാണ് ഒറിജിനൽ പേര്. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം മാലിക്, ഒരു വലിയൊരു ക്രിമിനൽ ലുക്കില്ലെങ്കിലും ചെയ്ത് നീചമായ കർമ്മമാണല്ലോ. സലീം, പറയൂ വിശദാംശങ്ങൾ. SKN അതിക്രൂരമായ കൊലപാതകം ഇന്നലെ നടന്ന കളിയിക്കവിള കേരള തമിഴ്നാട് അതിർത്തിയിൽ നടന്ന കൊലപാതകത്തിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആ പ്രതിയുടെ ചിത്രമാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊടും കുറ്റവാളിയാണ് അറസ്റ്റിലായിട്ടുള്ളത്. സജികുമാർ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. മലയം സ്വദേശിയായ സജികുമാർ പല കാലങ്ങളിലായി തന്നെ, വർഷങ്ങളായി തന്നെ കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഒപ്പം തന്നെ ഗുണ്ടാ പ്രവർത്തനം, പിടിച്ചുപറി, കത്തിക്കുത്ത് തുടങ്ങിയ കേസുകളിൽ പല കാലങ്ങളിൽ പ്രതിയാണ്. മാത്രമല്ല എക്സൈസ് സംഘങ്ങളുടെയും അബ്കാരി സംഘങ്ങളുടെയും ഗുണ്ടയായും ഇയാൾ പ്രവർത്തിക്കാറുണ്ടായിരുന്നു. ആ നിലയിലുള്ള കൊട്ടേഷൻ കേസുകൾ എടുത്ത് ചെയ്യുകയും ചെയ്യുന്ന പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തതയില്ല. പോലീസ് ഇപ്പോൾ പറയുന്നത് പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് എങ്കിൽ പോലും പോലീസിന് മറ്റൊരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നാണ് പറയുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷമാകും ആ നിലയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുക. എന്തായാലും പ്രതിയെ ഈ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് തിരിച്ചറിഞ്ഞത്. ഈ 10 ലക്ഷം രൂപയും പ്രതി ദീപുവിന്റെ മൊബൈൽ ഫോണും തട്ടിയെടുത്തതിന് ശേഷമാണ് പ്രതി മടങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ആളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്ഥലത്തായിരുന്നു CCTV ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. അങ്ങനെ ഒരു സ്ഥലം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷമാണ് ഈ പ്രതി കൃത്യം നടത്തിയത്. ഇതേതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ ആണോ എന്നും പോലീസ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് പണം തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ്. പക്ഷേ ദീപുവിന്റെ കൂടി അറിവോടുകൂടി ആയിരുന്നു ഇയാൾ അവിടെ നിന്നും ഈ കാറിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ദീപുവും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ, മാർത്താണ്ഡത്തുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചോദ്യം ചെയ്യൽ നടത്തിയതിന് ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്.